റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ലജ്ജയുള്ള മനുഷ്യനായിരുന്നു. പ്രവാചകൻ അതിൽ ഏറ്റവും വലിയ മാതൃകയാണ്. എളിമയുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം വിനയാന്വിതനായിരുന്നു. ഈ ഭൂമിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരൽപ്പം തലക്കനം കാണിക്കാമായിരുന്നെങ്കിൽ അത് റസൂലിന് കാണിക്കായിരുന്നു. അഷ്റഫുൽ ഖൽഖാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യരിൽ ഏറ്റവും മഹോന്നതനായ സൃഷ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അവരിൽ ഒരു സാധാരണക്കാരനായിക്കൊണ്ടാ ജീവിച്ചേ. പ്രവാചകനെ കാണാൻ ആരെങ്കിലും കടന്നു വരുമ്പോ എവിടെയാണോ ഇരിക്കാൻ സ്ഥലമുള്ളത് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുക. ഒരിക്കൽ പ്രമുഖനായ അദീ ഇബ്നു ഹാത്തിം റസൂലിനെ കാണാൻ വന്നു. റസൂലിന്റെ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ മസ്ജിദ് നബവിയോട് ചേർന്ന ആ ചെറിയ മുറി വീട്, അവിടെ റസൂലിന് ഇരിക്കാനാകെ ചകിരി നിറച്ച ഒരൊറ്റ തലയണ ഉണ്ടായിരുന്നത്. റസൂൽ അത് അദീന് വെച്ചു കൊടുക്കാം. അദീ അത്ഭുതപ്പെട്ടു. മദീനയുടെ ചക്രവർത്തിയാണ് അദ്ദേഹം, എനിക്ക് ചകിരി നിറച്ച തലയണതെന്ന് നിലത്തിരിക്കാനാ പോകുന്നത്. അദീ ഉടൻ അത് റസൂലിന് വെച്ചുകൊടുത്തു. റസൂൽ തിരിച്ച് അങ്ങോട്ടെന്നെ വെച്ചുകൊടുത്തിട്ട് നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഇതായിരുന്നു റസൂലുള്ളാഹ്. അത്രയും ലാളിത്യത്തോടുകൂടി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം.